എടി റാണി, ആ ചീപ്പിങ് എടുത്തേ. എത്ര ചീപ്പ് വെച്ചാലും ആവശ്യത്തിനൊന്നും കാണത്തില്ല. എന്നതാ കുട്ടൻസേ, സ്വന്തമായിട്ട് ഒരു ചീപ്പ് പോലും ഇല്ലെന്ന് പറഞ്ഞാ വളരെ ചീപ്പായ കാര്യ. എന്റെ ചീപ്പ് എടുത്ത് വെച്ചാൽ ന്യായം പറയുന്നു. ഓ, ആ സ്വഭാവം പോലെ തന്നെ മുറി അലങ്കോലേക്ക് കിടക്കുന്നുണ്ടല്ലോ. ആ ടീച്ചറുകളെയുമ്പോ വന്ന് കേറിയാലേ ഇവിടെ നന്നാകത്തുള്ളൂ. നിന്റെ കെട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിടാതെ ആ ടീച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ഓ, ഡിഗ്രി കഴിയാതെ എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇങ്ങനെ പോയാ ഡിഗ്രി കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ പോയാല്? അല്ല, ട്യൂഷൻ ഉണ്ടല്ലോ, കുഴപ്പമില്ല. എന്നതായി കുട്ടൻസ് പറയുന്നേ? ഇന്നലെ പാലക്കല പ്രൊഫസർ കുര്യാക്കോസിനെ ഞാൻ കണ്ടായിരുന്നു. നീ പഠിക്കാൻ വളരെ മോശമാണെന്നാണല്ലോ പറയുന്നേ. പറ്റുമെങ്കിൽ വീട്ടിലിരുത്തി വൈകുന്നേരം വേറെ ട്യൂഷൻ തരാൻ പറഞ്ഞിരിക്കുക. ഞാൻ ആ റബേക്ക ടീച്ചറിന്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞുകൊണ്ട് ടീച്ചർ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് നിനക്ക് ട്യൂഷൻ എടുക്കാൻ സമ്മതിച്ചിരിക്കുക. ആ ടീച്ചർ പോരും. ഓ, പതിവില്ലാത്ത കുളിയും പൗഡറിടലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തിയാടുണ്ടെന്ന്. അത് ശരി, അപ്പൊ എന്റെ ട്യൂഷന്റെ കെയർ ഓഫില് ശൃംഗാരം വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാ പരിപാടി. വേണ്ടാതിനും പറഞ്ഞുണ്ടല്ലോ, ഒന്ന് നേരെ ചൊവ്വേ പഠിച്ചോട്ടെന്ന് വിചാരിച്ചപ്പോ. വേണ്ട വേണ്ട, അധികം ട്യൂഷൻ ഒന്നും എനിക്ക് വേണ്ട. ടീച്ചറിന്റെ ട്യൂഷൻ വേണ്ടെന്ന് അപ്പാപ്പനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നീ അങ്ങനെ പറയിക്കോടി. എങ്കിലേ നിന്റെ രാവിലത്തെ ട്യൂഷൻ ഉണ്ടല്ലോ, അത് വേണ്ടെന്ന് ഞാനും പറയിപ്പിക്കും. അതെ, ടീച്ചർ വന്നു. വേഗം ചെന്ന് കാപ്പി കൊടുത്ത് സൽക്കരിച്ച് കാല് തൊട്ട് വന്നിച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ. ഞാനാ റബേക്ക. മോളായിരുന്നോ? റാണിമോൾക്ക് ട്യൂഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. നല്ല കാര്യം, വാ മോളെ. നടക്കടി. എന്നതാണോ നീ കാണിക്കുന്നേ? അല്ല, ഞാൻ റാണിമോളോട് പറയുമായിരുന്നു, ഈ ടീച്ചറെ ഇങ്ങോട്ട് വരുത്തിയുള്ള ട്യൂഷൻ എന്നാത്തിനാ? രാവിലത്തെ ട്യൂഷൻ ഉണ്ട്, അത് മാത്രം പോരായോന്ന്. ഇവക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ നേരമില്ലല്ലോ നിനക്ക്. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇങ്ങനെയും പഠിക്കണടാ. എന്നാ ടീച്ചർ ചെല്ല്, ട്യൂഷൻ നടക്കട്ടെ. മുട്ടപ്പായി വിളിച്ചായിരുന്നോ? എന്നാപ്പാ? എന്നതാടാ, നീ ട്യൂഷൻ പഠിക്കാതിരിക്കുന്നു? ഇല്ല. എന്നാ വാ, വണ്ടി ഇറക്ക്, എനിക്ക് കമ്പനി വരെ ഒന്ന് പോണം. കമ്പനിയിലോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. ഈ കാപ്പി കുടിച്ചിട്ട് പോ. എന്നാടി, നിന്റെ മുഖവിനിയും തെളിഞ്ഞില്ലേ? നെറ്റിക്ക് വേദന വല്ലാതുണ്ടെങ്കിൽ സക്കറിയോട് പറഞ്ഞൊന്ന് സ്കാൻ ചെയ്യിക്കണം. ഏയ്, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാന്നേ. എന്നാ പറ്റിയാലും നീ ഇങ്ങനെ പറയത്തുള്ളൂ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കണ്ട പെമ്പർനോത്തിമാരോടൊക്കെ പഴംപുരാണം പറഞ്ഞുകൊണ്ടേ നടക്കത്തുള്ളൂ. ചുമ്മാ അല്ല പള്ളിയുടെ വട്ടക്കല്ലെ തട്ടി തലേ തല്ലി വീണത്. ആരുടെ ദൈവാനുഗ്രഹം കൊണ്ടാണോ കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത്? എടേ, ഇന്ന് എസ്റ്റേറ്റിലെ ശമ്പള ദിവസാ, ഞാൻ വരാൻ കുറച്ച് വൈകും. പ്രാർത്ഥിച്ചിട്ടാണോ ഇറങ്ങിയേ? അതെന്നതാ, രാവിലെ ഉണരുമ്പോ പ്രാർത്ഥിച്ചാ പോരെ? എപ്പോഴും വേണോ? വേണം. കഷ്ടകാല, നിങ്ങൾ വളരെ സൂക്ഷിച്ചേ നടക്കാവൂ. എന്ത് ചെയ്യാനും മടിക്കാത്ത കൂട്ടരവര്. അതാണോ കാര്യം? ഒരു പഴങ്കഥയും പറഞ്ഞുകൊണ്ട് അവരെ ആളുകളെ വരട്ടുന്നത് എന്തിനാണെന്നറിയോ നിനക്ക്? ബിസിനസ് രംഗത്ത് അവരെ നെറികെട്ട കളിക്കൊരു മറ, അത്രേ ഉള്ളൂ. ബിസിനസ് രംഗത്ത് ഒരാളെ തകർത്തുകൊണ്ട് മറ്റൊരാൾ വാഴാൻ ശ്രമിക്കുന്നത് പതിവാ. നീ വെറുതെ മനസ്സ് ഉണ്ടാക്കാൻ അകത്തേക്കില്ലേ. കർത്താവേ, കാത്തോളണേ. ഹലോ, വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കോൺഗ്രസ് കാറിൽ, നമ്പർ KCF 2336. ഉൾട്ടാൻ കടിച്ചോടാ. ശരി സാർ. എങ്ങോട്ടാ? ഇന്ന് മാസാവസാനം അല്ലേടാ, എസ്റ്റേറ്റിലെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടായോ? ഹലോ, എന്നാടാ? വന്നു. കൊടുക്കാം. ജയ, ഫോൺ വരുന്നു. പോളച്ചന. ഹലോ, എന്നാടാ? ഇച്ചായ, ഞാൻ അപ്പനെ കൊടുക്കാം. അപ്പാ, ഇച്ചായന. നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം. ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തവരുടെ അക്കൗണ്ട്സിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്നാ നമ്മുടെ ആദ്യത്തിൽ പറയുന്നേ. എങ്കിൽ പിന്നെ ഞാൻ ഉടനെ എത്തിക്കോളാം. അപ്പനൊരു വണ്ടി നമ്മുടെ പമ്പിലേക്ക് ഒന്ന് വേഗം അയക്കണം. ആ വണ്ടിയിലിരിക്കുന്ന ക്യാഷ് നീ ഉടനെ കൊണ്ട് എസ്റ്റേറ്റ് മാനേജർ ഒന്ന് ഏൽപ്പിക്കണം. എനിക്ക് മംഗലാപുരത്തിന് 2-3 കോള് വരാനുണ്ട്. കോള് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെയും വിളിച്ചോളും. ആ ഓഡിറ്ററൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്.
എന്നാ ഞാൻ പോയേച്ചും വരാം. ദാ ഇത് കൊണ്ടേക്കോ. ഷെൽഫോൺ ഇച്ചായന്റെ ഇരുന്നോട്ടെ, അവിടെ റേഞ്ച് കിട്ടുകയല്ല. ആ മംഗലാപുരത്തുനിന്ന് ഫോൺ വന്നാലേ 3 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് ഉടനെ അയക്കാൻ പറഞ്ഞേക്കണം. ആ പറഞ്ഞേക്കാം. ആ, പിന്നെ ക്ലീറ്റസ് വരുമ്പോ ഈ ചെക്ക് ഹാർബറിൽ കൊടുത്ത് അയച്ചേക്കണം. മേരിക്കുഞ്ഞ് വിളിച്ചാലേ ഞാൻ പോയെന്ന് ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞേക്കാം, നീ ഒന്ന് വേഗം ചെല്ലേ. പിന്നെ അതെ. അയ്യോ നോക്ക്, അവിടെ വേഗം എന്നാ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. പക്ഷേ അയ്യോ